കൂത്തുപറമ്പ് വെടിവെപ്പിൽ ഇന്നത്തെ DGP റവാഡ ചന്ദ്രശേഖറിന് പങ്കുണ്ടെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പഴയ നിയമസഭാ പ്രസംഗം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. റവാഡയ്ക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും പിണറായി വിജയൻ അന്ന് ആവശ്യപ്പെട്ടിരുന്നു. 1995 ജനുവരി 30 അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി നടത്തിയ പ്രസംഗത്തിന്റെ രേഖയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റവാഡ ചന്ദ്രശേഖർ DGP ആയതോടെയാണ് കൂത്തുപറമ്പ് വെടിവെപ്പിലെ പങ്കാളിത്തം ചൂണ്ടിക്കാട്ടിയുള്ള വിവാദമുയർന്നത്. റവാഡ കുറ്റക്കാരനല്ലെന്ന കോടതി വിധി ചൂണ്ടിക്കാട്ടി CPIM തന്നെ റവാഡയ്ക്ക് സംരക്ഷണം തീർത്തു. എന്നാൽ അന്നത്തെ പാർട്ടി നിലപാട് റവാഡ ചന്ദ്രശേഖരനെ കുറ്റക്കാരനാക്കുന്നതാണെന്ന് തെളിയിക്കുന്നതാണ് നിയമസഭയിൽ പിണറായി വിജയൻ നടത്തിയ പ്രസംഗം. നേതാക്കളോട് റവാഡ പെരുമാറിയ രീതിയടക്കം വിശദീകരിച്ചാണ് 1995 ജനുവരി 30 നിയമസഭയിൽ പിണറായി പ്രസംഗിക്കുന്നത്. വെടിവെക്കാനുള്ള ഒരുക്കം കണ്ട് DYFI നേതാവ് MV ജയരാജൻ റവാഡയോട് കരിങ്കൊടി കാണിച്ച് ഞങ്ങൾ തിരിച്ചുപോകും, വെടിവെക്കരുതെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് ഇതൊരു പരിശീലനമാണെന്നായിരുന്നു റവാഡയുടെ മറുപടി. ചെറുപ്പക്കാരുടെ ദേഹത്ത് വെടിവെക്കുന്നത് പരിശീലനമായി കാണുന്ന മനോഭാവമുള്ളയാളെന്നാണ് പ്രസംഗത്തിൽ റവാഡ ചന്ദ്രശേഖരനെ പിണറായി വിജയൻ വിശേഷിപ്പിക്കുന്നത്. കൊലയ്ക്ക് കാരണക്കാരനായ റവാഡ ചന്ദ്രശേഖരനെയും DYSP ഹക്കീം ബത്തേരിയെയും സസ്പെൻഡ് ചെയ്ത് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പിണറായി വിജയൻ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. റവാഡ ചന്ദ്രശേഖർ നിരപരാധിയാണെന്നും സ്ഥലത്ത് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ശ്രമിച്ചതെന്നുമായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയ MV ജയരാജൻ പാർട്ടി മുഖപത്രത്തിൽ കഴിഞ്ഞ ദിവസം എഴുതിയത്. പിണറായി വിജയന്റെ സഭയിലെ രേഖാമൂലമുള്ള പ്രസംഗം ആ വാദത്തെ തന്നെ നിരാകരിക്കുകയാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.